അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുന്നു. ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് നമ്മൾ നാവുകൊണ്ട് പറയുന്ന അദ്കാറുകളാണ്, സ്വലവാത്തുകളാണ്. ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് ദിക്റുകളും കൊണ്ട് നമ്മുടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നേടാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്റുകളും സ്വലാത്തുകളും ഒന്നിച്ച് നമുക്കെല്ലാവർക്കും പറയാം, ചൊല്ലാം, അവസാനം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ദുആയിനെ കബൂലാക്കുമാറാവട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ഈ ദുൽഹിജ്ജ മാസമൊക്കെ കടന്നു വരുമ്പോൾ ഫമാ നഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, നബിയെ ഈ മാസത്തിൽ ഞങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അക്സറു തക്ബീറ വത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ് ഔ കമാ ഖാല റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞത് തക്ബീർ പറയണം, തസ്ബീഹ് പറയണം, തഹ്മീദ് പറയണം, തഹ്ലീൽ പറയണം. ഈ നാല് കാര്യങ്ങളും ഒന്നിച്ചു വന്നിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. ഈ ഒരു ദിക്ർ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകാനും, നമ്മുടെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും, മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഈ ഒരു ദിക്ർ നമുക്ക് മതിയായതാണ്. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ഞങ്ങൾക്ക് പരിചയമുള്ള ദിക്റാണല്ലോ ഉസ്താദ്, ഇതാണോ വെറൈറ്റി ദിക്റില്ലേ എന്നൊന്നും ആരും ചോദിക്കേണ്ട. ഇത് തന്നെ വെറൈറ്റിയാണ്. ഇത് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വെറൈറ്റി ആയ ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ഇങ്ങനെ കൈ ഉയർത്തി തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉയർത്താൻ പറ്റുന്നവർക്ക് ഉയർത്തി വെക്കാം, കാരണം നമ്മൾ ദിക്റാണ് ചൊല്ലുന്നത്, സ്വലാത്താണ് പറയുന്നത്. ഇനി അതല്ല, ഇത് കേട്ട് ജോലി ചെയ്യുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അവർക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് കേൾക്കുകയും അത് മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയുകയോ ചെയ്യുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 അടുത്തതായി പറയുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽ പെട്ട ഒരു നിധി. അതേതാണ്? നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്റാണ്. 99 രോഗങ്ങൾക്ക് ശിഫയുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ രോഗവും ശിഫയാവണമെന്ന നല്ല നിയത്തിൽ നമുക്ക് ഈ ദിക്ർ ഒന്നിച്ച് പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമായ ഒരു ദിക്റുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ആയത്താണ് അത്. നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും അതുപോലെ ജനാപത്തുകാരായ ആളുകൾക്കെല്ലാം ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് പറയാവുന്ന അതിശ്രേഷ്ഠമായ, നമ്മുടെ ജീവിതത്തിലെ കടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഈ ദിക്ർ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ്. അല്ലോ, ഈ ദിക്റൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഉസ്താദ്, ഇതല്ലാതെ വേറെ ദിക്റില്ലേ? ദിക്റുകൾ നബിതങ്ങൾ ഹദീസിൽ പറഞ്ഞ സ്വഹാബിമാർ പഠിപ്പിച്ച് നൽകിയ ദിക്റാണ് നമ്മളിവിടെ പറയുന്നത്. അല്ല, ഇത് റമളാനല്ല, ഇത് എല്ലാ ദിവസവും നമ്മൾ പറയേണ്ടതാ. നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലേ, എല്ലാ ദിവസവും എല്ലാ വക്തിലും അത് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ്, റസൂല് പഠിപ്പിച്ച് നൽകിയതാണ്. ഇതല്ലാതെ മറ്റ് ദിക്റുകളില്ല. അപ്പോൾ എല്ലാ മാസത്തിനും, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും പവർഫുള്ളായ ദിക്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതും لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله
ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്തതായി പറയുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഞാനും എൻ്റെ മുമ്പ് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ ഏറ്റവും അഫ്ളലു ദിക്റാണ്. അതുപോലെ മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോലാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാവണമെന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഒന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ വീട്ടിൽ നിന്നും ഒരു കാര്യത്തിനായി ഇറങ്ങിയാൽ, അത് യാത്രക്കാവട്ടെ, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുന്നതാവട്ടെ, വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് സുരക്ഷിതമായി എത്താൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ വലിയ കാവൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ദിക്റാണ്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം. ഇത് ആ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ എന്ത് ഹലാലായ മുറാദുകൾ ഹാസിലാവണോ ആ സമയത്തൊക്കെ ഈ ദിക്ർ നമുക്ക് പറയാം. അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ഒരു ദിക്റാണ്.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 ഇനി ഏത് സമയത്തും നമ്മൾ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മോചനം ചോദിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യമോ അല്ലെങ്കിൽ 10 പ്രാവശ്യമോ നരകത്തിൽ നിന്നും മോചനം ചോദിക്കണം. നമ്മളൊക്കെ പറയാറുണ്ട് ആ ഒരു ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഒരു ദിവസം നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം തന്നെ പറയും, പടച്ചോനെ അവന് നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കല്ലേ എന്ന്. നരകത്തിൽ നിന്നും മോചനം ചോദിക്കുന്ന ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ,
اللهم أجرني من النار 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 നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ മാത്രം പോരല്ലോ, സ്വർഗവും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം വീണ്ടും ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സ്വർഗത്തെ ചോദിച്ചു ഒരു ദിവസം 3 പ്രാവശ്യം, എങ്കിൽ സ്വർഗം പറയും, പടച്ചോനെ അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന്. സ്വർഗം ഹിയ ജന്നത്തുൻ ത്വാബത്ത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. സ്വർഗം മനോഹരമാണ്, അതിൻ്റെ അനുഗ്രഹങ്ങളും മനോഹരമാണ്. സ്വർഗം എത്ര കണ്ടാലും കേട്ടാലും ആസ്വദിച്ചാലും മതിയാവാത്തതാണ്. ഇൻഷാ അല്ലാഹ് സ്വർഗത്തെ നമ്മൾ ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ദിക്ർ ഒന്നിച്ചു പറയാം. اللهم إني أسألك الجنة 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 اللهم إني أسألك الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്തും പറഞ്ഞിരുന്ന ഒരു ദുആയുണ്ട്. നബി തങ്ങളുടെ ദുആയായിട്ടാണ് മഹാന്മാർ ഈ ദുആയിനെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ മറക്കാതെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദുആ, അതായത് നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ ഖബറും എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു ദുആയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة
وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും ഓർക്കുന്ന ഒരു മാസമാണല്ലോ ഇത്. കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തൊരു ദുആയുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ ദുആ കേട്ട് ആമീൻ പറഞ്ഞുവെന്നാൽ മഹാന്മാർ ആ ദുആ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലുമുണ്ട്. ആ ദുആയിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അത് മുഴുവനായും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇനി നമ്മൾ പരിശുദ്ധമായ സ്വലാത്തുകളിലേക്ക് കടക്കുകയാണ്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്താണ്. എല്ലാ സ്വലാത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഓരോ സ്വലാത്ത് ചൊല്ലിയാലും ഓരോരോ പ്രതിഫലങ്ങളുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിനും സന്താന പരമ്പരകൾക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അതുപോലോത്തത് നബിതങ്ങൾക്കും കൊടുക്കണമെന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന ഒരു ദുആ കൂടിയാണ് ഈ സ്വലാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ പ്രതിഫലമാണ്. നബിതങ്ങളെ മാത്രമല്ല, ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും ഇസ്മായിൽ നബിയെയും അവിടുത്തെ കുടുംബത്തെയും ഹാജറ ബീവിയൊക്കെ ഒന്നിച്ച് സ്മരിക്കുന്ന
ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ്. നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗമില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയെല്ലാം നമ്മൾ ഓർമ്മിക്കുന്ന, ഹജ്ജിലൂടെയും ഉളഹിയത്തിലൂടെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഈ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ സാധാരണ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. പക്ഷെ ചില ആളുകൾ ഈ ഒരു സ്വലാത്ത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇബ്രാഹിമിയ സ്വലാത്ത് ഏത് രൂപത്തിൽ പറഞ്ഞാലും നമുക്ക് പ്രതിഫലമാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ചെറുപ്പകാലത്ത് മദ്രസയിലൊക്കെ പഠിക്കുന്ന, സാധാരണ നമ്മൾ നിസ്കാരത്തിലൊക്കെ വേഗത്തിൽ നമ്മൾ ഓതിപ്പോകുന്ന ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്താണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ മാറ്റിയിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്. അതൊക്കെ ഈ നെറ്റുകളിലൊക്കെ നോക്കി ഒരുപാടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സാധാരണ നമ്മൾ എല്ലാവരും ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അടുത്ത സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നുമോളാകുന്ന ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ചെറിയൊരു സ്വലാത്താണ്. ഏത് സമയത്തും ഫാത്തിമ ബീവി തൻ്റെ കയ്യിൽ ഒരു ആയുധം പോലെ പിടിച്ചിരുന്ന ചെറിയൊരു സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിമീയ് എന്നൊക്കെ ഈ സ്വലാത്തിനെ പറ്റി ഉലമാക്കൾ പറയുന്നുണ്ട്. ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സ്വലാത്ത്. اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എളുപ്പമുള്ള ചില സ്വലാത്തുകൾ വന്നാൽ നമുക്കത് പറയാനും മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ പാത്രം കഴുകിക്കൊണ്ട് അല്ലെങ്കിൽ മീൻ മുറിച്ചുകൊണ്ട് ഉമ്മമാർ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് പറയാൻ നിന്നാൽ ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ അതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ വാപ്പമാർ ചിലപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ ജോലികളിൽ മുഴുകിക്കൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ ചൊല്ലാൻ നിന്ന് അല്ലെങ്കിൽ തിബ് സ്വലാത്ത് താജ് സ്വലാത്തൊക്കെ ചൊല്ലിയാൽ അങ്ങനെ ചെല്ലുന്നവരുണ്ട്. ചൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ആ ശ്രദ്ധ അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ സ്വലാത്തിൻ്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാവിൽ വഴങ്ങി കിട്ടുന്ന ഒരു സ്വലാത്താണ് സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുൽ ഫിർദൗസിയ. ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് അതേതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നിച്ച് നമുക്ക് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല നമ്മുടെ സ്വലാത്തിനെ, നമ്മുടെ ദിക്റുകളെ, നമ്മുടെ ദുആയിനെ എല്ലാത്തിനെയും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ ഈ ചൊല്ലിയ ദിക്റുകൾക്ക് പകരമായി, സ്വലാത്തുകൾക്ക് പകരമായി എന്തെല്ലാം പ്രതിഫലങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെയൊക്കെ ഒരു മിത്ര് സവാബ്, ഒരു വിഹിതം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബാദികൾ, ജ്യേഷ്ഠ അനുജന്മാർ, ബാക്കി ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് അല്ലാഹു കൊടുക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ ചെറുതായി നമ്മളൊന്ന് ദുആരക്കുകയാണ്. ഇപ്പോൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട് ഓരോ ആളുകളും. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا الله ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശേഷിക്കുന്ന ജീവിതകാലം അല്ലാഹുവേ നിനക്കും നിന്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് റഹ്മാനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടവരായിട്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ, റഹ്മാനെ ലോക മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അതുപോലെ മരണത്തിന് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കീറിമുറിക്കുന്ന അവസ്ഥയെ തൊട്ടെല്ലാം നീ കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു, ഈ പ്രാവശ്യം ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ, ഉംറ ചെയ്യുന്നവർ, സിയാറത്ത് ചെയ്യുന്നവർ റഹ്മാനെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ക്യാൻസർ പോലെ, അതുപോലെ തന്നെ ഒരുപാട് മാരകമായ അസുഖങ്ങൾ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി എവിടെയെല്ലാം കഴിയുന്നുണ്ടോ മുഴുവൻ പേർക്കും നീ സിഹത്ത് നൽകണേ അല്ലാ. പരിപൂർണമായ കാമിലായ ശിഫ നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ അടുപ്പിച്ചു നൽകണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, വീട് നീ കൊടുക്കണേ അല്ലാ. വാഹനമില്ലാത്തവർക്ക് നീ വാഹനം കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ നീ സലാമത്തും ഖൈറും ഏറ്റി നൽകണേ റഹ്മാനെ.
മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, വഴി തെറ്റിപ്പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, മോശപ്പെട്ട കാര്യങ്ങളുടെ അടിമകളായി പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സലാമത്തിലാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാ. മക്കളുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കച്ചവടങ്ങൾ, ബിസിനസ് എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എല്ലാം നീ നൽകണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ മാപ്പാക്കി ഞങ്ങളിൽ നിന്നും പരിഹരിക്കണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും നീ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അള്ളാഹുവെ, മഴയില്ലാത്ത നാടുകളിൽ നീ മഴ നൽകണേ അല്ലാ. മഴ കൊണ്ട് ഞങ്ങൾ ഇടങ്ങേറാകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, ഒരുപാട് പനികൾ പടർന്നു പിടിക്കുന്നു. എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, അവസാനം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അള്ളാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദിക്റുകളെ, നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസ് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.